എന്തെല്ലാം നീറുന്ന നൂറ് പ്രശ്നങ്ങളിലാ നിങ്ങൾ ഉണ്ടാവുക. സങ്കടമില്ലാത്തവരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ പ്രിയപ്പെട്ടവര്? ആർക്കാണ് സങ്കടങ്ങളില്ലാത്തത്? തൂവെള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ടല്ലോ. നല്ല സ്റ്റിഫാൻ ഷൈനായി നല്ല തേച്ച് കൊള്ളിയാക്കിയ വസ്ത്രം ഇട്ടുകൊണ്ട് നല്ല പെർഫ്യൂം അടിച്ചുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പാൽ കളറിൽ ചിരിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. എന്നാൽ അവരുടെ ഹൃദയത്തിന് എന്തുമാത്രം നീറ്റലുണ്ടാകും നമ്മൾ അറിയാത്തത് കൊണ്ടാ. സഹോദരങ്ങളെ, പ്രശ്നങ്ങളില്ലാത്തവര് കാവുന്തറയിൽ ആരാണുള്ളതെന്ന് ചോദിച്ചാൽ ഒരാൾ പോലും ഉണ്ടാവൂല. ഒന്നുകിൽ സാമ്പത്തിക പ്രശ്നം നമ്മളെ വേട്ടയാടുന്നുണ്ടാകാം, അല്ലെങ്കിൽ മാനസിക പ്രശ്നം നമ്മളെ വേട്ടയാടുന്നുണ്ടാകാം, അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും ദുഃഖങ്ങൾ നമ്മളെ തളം കെട്ടി നിൽക്കുന്നുണ്ടാവാ. ഒന്നുമല്ലെങ്കിലോ പ്രിയപ്പെട്ടവരെ, മനസ്സെപ്പോഴും നീറ്റലായി മനസ്സിന്റെ വേദനകൾ സഹിക്കാൻ പറ്റാത്ത നിലയിൽ ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിലായി നിൽക്കുന്നവരാകാമല്ലോ. അവരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹു നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റണോ? അള്ളാഹു എന്റെ സങ്കടങ്ങൾ മാറ്റണോ? സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പടച്ചവൻ നമ്മളെ രക്ഷപ്പെടുത്തണോ? ശാരീരികമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കൈപിടിച്ചുയർത്തണോ? മനസ്സ് തകർന്നു പോകുമ്പോൾ ആ മനസ്സിന് കരുത്ത് കിട്ടി, മനസ്സിന് പകർന്നു കിട്ടുന്ന കരുത്തുണ്ടല്ലോ, ആ കരുത്ത് എവിടെ നിന്നാ നമുക്ക് കിട്ടേണ്ടതെന്നറിയോ? യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാ. ആ ചരിത്രം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും മനപാഠമുള്ള ചരിത്രമാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കടലിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ മത്സ്യം വിഴുങ്ങിയ കഥയറിയുമല്ലോ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മത്സ്യങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അള്ളാഹു മത്സ്യത്തിനോട് പറഞ്ഞത്, എന്റെ യൂനുസിന്റെ ഒരു രോമം പോലും കൊഴിഞ്ഞു പോകരുത്, എന്റെ യൂനുസിന്റെ ഒരു തൊലിക്ക് പോലും ഒരു പോറൽ വരരുത്, എന്റെ യൂനുസിന്റെ ഒരു എല്ല് പോലും പൊട്ടിപ്പോകരുത്. യൂനുസിനെ നീ ഭദ്രമായ സുരക്ഷിതത്വത്തോടെ വിഴുങ്ങണമെന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോ അറിയുമോ സഹോദരാ, മത്സ്യത്തിന്റെ ലോകത്തേക്ക് അടിക്കടലിലേക്കും നടുകടലിലേക്കും മത്സ്യം പോവുകയാ. അവിടെ ചെന്നപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം എന്താ അത്ഭുതം കണ്ടതെന്നറിയോ? ഒരു വല്ലാത്ത മർമ്മര ശബ്ദം കേൾക്കുകയാ. തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത്, യൂനുസ് നബി അലൈഹിസ്സലാം ഒരു വല്ലാത്ത മർമ്മര ശബ്ദം കേൾക്കുകയാ കടലിന്റെ അടിത്തട്ടില്. ചോദിച്ചു, മാഹാദാ യാ റബ്ബ്, പടച്ചവനെ, എന്താ ഒരു അനക്കം കേൾക്കുന്നല്ലോ, ഒരു ഞരക്കം കേൾക്കുന്നല്ലോ, ഒരു മൂളൽ കേൾക്കുന്നല്ലോ, എന്തോ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നല്ലോ. ആ സമയത്ത് അല്ലാഹ് പറഞ്ഞു, എന്റെ യൂനുസേ, ഹാദാ തസ്ബീഹു ദവാബിൽ മാ, കടലിന്റെ അടിത്തട്ടിലൂടെ ഊളയിട്ട് നീങ്ങുന്ന പരൽ മത്സ്യങ്ങൾ മുതൽ വലിയ വലിയ ഭീമാകാരന്മാരായ മത്സ്യം വരെ എനിക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന ശബ്ദമാ, എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദമാ. അതേ നടുകടലിലെ മത്സ്യങ്ങൾ പോലും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുകയാ. ആ ദിക്ർ ചൊല്ലുന്ന മത്സ്യത്തിന്റെ ശബ്ദം, മർമ്മര ശബ്ദം യൂനുസ് നബി കേട്ടപ്പോൾ യൂനുസ് നബി മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് കിടന്ന് തക്ബീർ ചൊല്ലുകയാ. അതിനകത്ത് കിടന്ന് ദിക്ർ ചൊല്ലുകയാണ്, തസ്ബീഹ് ചൊല്ലുകയാണ്. ആ തസ്ബീഹാണ് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.